ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാത്തീസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്ക് അപ്പത്തിന്റെയും ബ്രെഡിന്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എഗ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ കറിയിൽ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സബോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ഈ ഓണിയൻ ഒന്ന് വഴണ്ടു വരാൻ വേണ്ടി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 4 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ് കറിയാണിത്. ഇപ്പോൾ നമ്മുടെ ഒണിയൻ പാകത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഈ ഒരു കറി നമുക്ക് ബ്രെഡിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ സബോളയും തക്കാളിയും ഒക്കെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വച്ചതിനു ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മഞ്ഞൾ പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചിളക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ജസ്റ്റ് ഒന്ന് വാം ചെയ്തോ അല്ല എങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന പാല് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒരിക്കലും ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ പാലിന് പകരം നമുക്ക് വെള്ളം ചേർത്തും ഈ കറി തയ്യാറാക്കാം. ഇപ്പോൾ ഈ ഗ്രേവി ചെറുതായി ഒന്ന് കുറുകി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതുപോലെ ഒരു ചെറിയ ബൗളിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് മെല്ലെ ഗ്രേവിയിലേക്ക് ഇതിന്റെ ആ യോക്കൊന്നും പൊട്ടാതെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് മുട്ട പൊട്ടിച്ച് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ചിലപ്പോൾ ആ മുട്ടയുടെ ഷെല്ലൊക്കെ നമ്മുടെ കറിയിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബൗളിലേക്ക് ആദ്യമേ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വേണം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇളക്കാതെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുട്ട ഒരുപാട് ഹാർഡായി മാറും. ഇനി നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള സിമ്പിൾ പോച്ച്ഡ് എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സ് വഴി അറിയിക്കണം. വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.